റിഹാന, നമുക്ക് തുടങ്ങിയാലോ? വേറെ ആരും വന്നില്ലേ? നമുക്കെന്നാ തുടങ്ങാം. റിഹാന്റെ നാട് എവിടെയാണ്? നിലമ്പൂർ വഴിക്കടവ് അല്ലേ? ഓക്കെ 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 ഓക്കെ. എന്തായി, പാഠങ്ങളൊക്കെ പഠിച്ചു തീർന്നോ? എവിടൊക്കെ എത്തി ഓരോ പാഠങ്ങളും? തജ്വീദോ? പിന്നെ ആയിക്കോട്ടെ. നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ ഇസ്തിഗാസയെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞല്ലേ? ഇസ്തിഗാസയെ കുറിച്ചുള്ള നോട്ടുകൾ എഴുതിയിരുന്നോ? എഴുതിയിരുന്നല്ലേ? അതേപോലെ തന്നെ നമ്മൾ അവിടെ പഠിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇസ്തിഗാസയെ കുറിച്ചല്ല പറഞ്ഞത്. ഇനി അവിടെ വേറെ ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ്, തവസ്സുൽ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, നമ്മള് എന്ത് ചെയ്യാണ്, പുറത്തുനിന്ന് പറയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ തവസ്സുൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഇട തേടുക എന്നാണ് തവസ്സുലിന്റെ ഭാഷാർത്ഥം. എന്താണ് ഇട തേടുക? സൽക്കർമ്മങ്ങൾ വഴി ഇലാഹിന്റെ സാമീപ്യം നേടിയ മഹാന്മാർ മുഖേനയോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് സാങ്കേതികമായി തവസ്സുൽ എന്ന് പറയുക. അതായത് ഒന്നിരിക്കൽ നമ്മൾ ചെയ്ത എന്തോ ഒരു സൽക്കർമ്മം, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നല്ല സൽക്കർമ്മം ചെയ്യുന്ന മഹാന്മാര് ഇവരൊക്കെ മുൻനിർത്തി അള്ളാഹുവേ ഞങ്ങൾ ബദരീങ്ങളെ ബർക്കത്തോണ്ട് ഞങ്ങളെ ഈ ഇടങ്ങേർന്ന് കഴിച്ചിലാക്കണേ എന്നൊക്കെ നമ്മള് പഴയമാര് തോർക്കണില്ലേ? കേട്ടുക്കണോ അങ്ങനെ? എന്ത് ബദരീങ്ങളെ ഞങ്ങളെ ഈ ഇടങ്ങേർന്നൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയലില്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു മുസീബത്ത് വരുമ്പോ ആ കാര്യങ്ങൾക്ക് അതിനാണ് എന്ത് പറയാ, തവസ്സുല് എന്ന് പറയാം. അതായത് നമ്മൾ ചെയ്ത എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മം. അപ്പോ പണ്ട് ഒരു 3 ആളുകള് എന്ത് ചെയ്തു, ഒരു ഗുഹക്കുള്ളിൽ കുടുങ്ങുകയും ഗുഹന്റെ മുഖം വലിയ പാറക്കല്ല് ഒന്ന് അടയുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഓരോരുത്തരും ഓരോ കാര്യം പറഞ്ഞപ്പോ അങ്ങനെ പാറക്കല്ല് ഇങ്ങനെ തുറന്നു പോയി. അത് തവസ്സുലാണ്. അതിനാണ് തവസ്സുല് എന്ന് പറയാ. അപ്പോ എഴുതിക്കോ, ഇട തേടുക എന്നതാണ് തവസ്സുലിന്റെ ഭാഷാർത്ഥം. ഇനി അടുത്തത് അതിന്റെ മറ്റേ സാങ്കേതികാർത്ഥം. സൽക്കർമ്മങ്ങൾ വഴി ഇലാഹി സാമീപ്യം നേടിയ മഹാന്മാർ മുഖേനയോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് തവസ്സുൽ, സാങ്കേതികമായി തവസ്സുൽ എന്ന് പറയുക. എഴുതിയോ? അതിനൊരു ഉദാഹരണം എഴുതിക്കോ. ഒരാളുടെ രോഗം
അതിന്റെ ഉദാഹരണല്ലേ? തവസുലിന് ഉദാഹരണം കേട്ടോ പറയുന്നത്. ഒരാളുടെ രോഗം ഭേദമാകുന്നതിന് അള്ളാഹു താലയോട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട് എന്നുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കുക. അതിനാണ് തവസുല് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ എന്റെ ഈ സുഹൃത്തിന്റെ രോഗം നീ ശിഫയാക്കണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിനാണ് ഇട തേടുക എന്ന് പറഞ്ഞാൽ നമ്മള് നേരിട്ട് അള്ളാഹിനോട് തോർക്കല്ല, ഇവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ്. എഴുതി കഴിഞ്ഞാ റിഹാനെ? എഴുതിയോ? ഹലോ, റിഹാൻ എഴുതി കഴിഞ്ഞോ? എന്താ എഴുതിയത്? ആ തവസുല് എന്താണെന്നുള്ള എന്താ എഴുതി? ഒന്ന് വായിച്ച. ഒരാളുടെ രോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കാൻ. അത് ഉദാഹരണല്ലേ, അതല്ല. തവസുൽ എന്താണെന്ന് എന്താ എഴുതി? എന്താ എഴുതി? കേട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇടതേട്. ആ, ഇടതേടുക, പിന്നെ സൽക്കർമ്മങ്ങൾ വഴി ഇലാഹിന്റെ സാമീപ്യം നേടിയ മഹാന്മാർ മുഖേനയോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് സാങ്കേതിക അർത്ഥത്തിൽ തവസ്സുൽ എന്ന് പറയാ. അത് എഴുതിയോ? ഓക്കെ, അത് എഴുതിയില്ലേ? എന്നാ വേഗം എഴുതൂ. ഇടതേടുക എന്നുള്ളത് അതിന്റെ ഭാഷാർത്ഥാണ്. പറഞ്ഞുതരാം. ഓക്കെ, എന്നാ എഴുതിക്കോ. സൽക്കർമ്മങ്ങളോ സൽക്കർമ്മങ്ങൾ വഴി ഇലാഹി സാമീപ്യം നേടിയ മഹാന്മാരോ മുഖേനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് സാങ്കേതികപരമായി തവസ്സുൽ എന്ന് പറയുക. എഴുതിയോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. ചോദ്യം പോയല്ലോ റബ്ബേ. റിഹാനെ കാണുന്നുണ്ടോ? ഈ ചോദ്യ പേപ്പർ കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഇനി അടുത്ത ചോദ്യം വായിച്ചോ.
രണ്ടാമത്തെ ചോദ്യം അല്ലേ? ഇസ്തിഹാസയെ കുറിച്ച് അതല്ലേ നമ്മളിപ്പോ പറഞ്ഞത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിക്കണോ? മക്കൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞു. ഇന്നലെ പറഞ്ഞല്ലേ? എന്നാ ആയിക്കോട്ടെ. 3 എന്താ? ഇബ്ലീസിനെ അല്ലാഹു തആല ശപിക്കാൻ കാരണം എന്താണ്? ശപിക്കാൻ കാരണം അല്ലാഹു തആല ആദരിക്കാത്തതുകൊണ്ട്. യെസ്. അപ്പൊ ഇബ്ലീസിനെ അല്ലാഹു തആല ശപിക്കാൻ കാരണം അല്ലാഹു തആല ആദരിച്ചതായ ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിച്ചില്ലല്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്? ഇബ്ലീസിനെ ശപിച്ചതല്ലേ? ഓക്കെ. ഇനി അടുത്ത് എന്താണ്? ഭൂമിയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഭൂമിയെ കുറിച്ച് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് മുന്നറിയിപ്പ് നൽകുന്നത്? ഭൂമിയിൽ മനുഷ്യവാസം ഇല്ലാതാകാനും ലോകം അവസാനിക്കാനും അധികം കാലമില്ല. ഇവിടെ മനുഷ്യവാസം അവസാനിക്കാനും ലോകമില്ലാതാകാനും കൂടുതൽ കാലമില്ല എന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയല്ലേ? ഓക്കെ. ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം വായിച്ചോളി. അന്ത്യനാളെടുത്താൽ വർദ്ധിക്കുന്ന 4 കാര്യങ്ങൾ. അന്ത്യനാളെടുത്താൽ വർദ്ധിക്കുന്ന 4 കാര്യങ്ങൾ അല്ലേ? ഏതൊക്കെയെന്നറിയോ? കള്ളുകുടി കൂടും. ഓക്കെ. കൊലപാതകം കൂടും. പിന്നെ വ്യഭിചാരം കൂടും. ഓക്കെ. പിന്നെന്താ കൂടുക? സ്ത്രീകളുടെ എണ്ണം കൂടുന്ന് പറഞ്ഞോ? എണ്ണം കൂടുന്നുള്ളതുണ്ട്. പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആയിക്കോട്ടെ. പിന്നെ പലിശ കൂടുന്നുള്ളതില്ലേ? പലിശ വ്യാപിക്കും. പലിശ ഉണ്ടല്ലേ? മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് കൂടും. ഓക്കെ. അപ്പൊ അതൊക്കെ എന്താണ്? ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളിൽ പെട്ടതാണല്ലേ? അപ്പൊ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് നമുക്ക് 2 ഉത്തരം കിട്ടി. എന്ത്? നമ്മളിപ്പോ ഈ വ്യഭിചാരം കൂടുമെന്നും പലിശ വ്യാപിക്കുന്നു, കള്ളുകുടി കൂടുന്നു, അതേപോലെ തന്നെ മക്കള് മാതാപിതാക്കളെ ഉപദ്രവിക്കൽ കൂടുന്നു, കൊലപാതകം വർദ്ധിക്കുന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോ അത് എന്തും കൂടെയാണ്? ചെറിയ അടയാളം. അന്ത്യനാളിന്റെ വേറെ ഒരു 2 ചെറിയ അടയാളം പറയാൻ പറ്റുമോ? രണ്ടെണ്ണം? ഉസ്താദ് എന്നാ ഒന്ന് പറഞ്ഞുതരാം. സമയം കുറയും. ഓക്കെ. പിന്നെ ഒന്നും കൂടെ വേറെ ആരോ ഉണ്ടല്ലോ ഇതില്. പോയോ? അവര് പോയിക്കണം. ഓക്കെ. സ്ത്രീകൾ നഗ്നത മറക്കാതെ പുറത്തിറങ്ങും. അങ്ങനെയല്ലേ? ഓക്കെ. പിന്നെ ദരിദ്രരായ ആളുകൾ എന്ത് ചെയ്യും? കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കും. ദരിദ്രരെ, പൈസ ഇല്ലാത്തവര് ഒരു വലിയ പൈസ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളിലൊക്കെ ഇങ്ങനെ മത്സരിക്കും.
ഏഹ് ഓക്കെ. ഇവിടൊക്കെ നമ്മൾ പറഞ്ഞത് ഇപ്പൊ എന്താണ്? അന്ത്യനാളിന്റെ ഓരോ അടയാളങ്ങളാണല്ലേ. അപ്പൊ അന്ത്യനാൾ സംഭവിച്ചാൽ ഇവിടെ ഒരു പുതിയ ലോകം വരും. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ഒരു ലോകം ഇവിടെ വരും അല്ലേ. അങ്ങനെ സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ഒരു ലോകം വേണം. അതിന് കാരണം എന്താ? ആളുകൾക്ക് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷയും ഓക്കെ കൂലിയും കിട്ടണം അല്ലേ. കൊള്ളയും കൊലയും നടത്തുന്നവർക്ക് ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്നു. നന്മ ചെയ്യുന്നവർ ചിലർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഇത് കാരണം എന്ത് വേണം? നമ്മൾ സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം. അല്ലാണ്ട് ഇവിടെ നാട്ടിൽ ഇങ്ങനെ കുറേ കള്ളും കുടിച്ച് വ്യഭിചാരവും ചീട്ടുകളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന ഒരാളും പിന്നെ നല്ല തെക്കുവയോടെ 5 വക്ത് നിസ്കരിച്ച് ആരെയും ഉപദ്രവിക്കാതെ ഇങ്ങനെ പോണ ഒരു മനുഷ്യനും ഇവർ തമ്മിൽ തുല്യാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തുല്യാണെന്ന് പറയാൻ പറ്റുമോ? റിഹാനെ, തുല്യാണെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ 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 ഇപ്പൊ റെഡി ആയില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളോട് ഇനി ചോദിക്കാണ്, അന്ത്യനാള് എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ നമ്മളോട് ഇപ്പോ നമ്മുടെ 5 മാർക്കിന് ചോദിക്കാണ്, അന്ത്യനാള് എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ ഒരു കുറിപ്പ് എഴുതാനുള്ള 5 വരിയിൽ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാൻ കഴിയേ? അന്ത്യനാളിന് കുറെ അടയാളങ്ങളുണ്ട്. ചെറുതും വലുതുമായ അടയാളങ്ങളുണ്ട്. വലിയ അടയാളങ്ങള് ദജ്ജാല് വരും, ഈസാ നബി ഇറങ്ങി വരും, ഇമാം മഹ്ദി വരും, അങ്ങനെയൊക്കെ. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ കൊടുത്തൂടെ, അന്ത്യനാൾ എപ്പോൾ സംഭവിക്കുമെന്ന് അറിവ് അല്ലാഹു തആലാക്ക് മാത്രമാണുള്ളത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സഅ. അങ്ങനെ ഒരു ഇത് കണ്ടില്ലേ? നിശ്ചയം അന്ത്യനാള് സംഭവിക്കുന്ന അറിവ് അള്ളാഹുവിന് മാത്രമുള്ളതാണല്ലേ. അത് എന്നിട്ട് പറയാ എന്ത് ചെയ്യാ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ 2 എണ്ണമാണ്. ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും. എന്നിട്ട് എന്ത് ചെയ്യാ, ചെറിയ അടയാളങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യാ, വ്യഭിചാരം കൂടുന്നു, പലിശ വർദ്ധിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, കള്ളു കുടിക്കുന്നു, മാതാപിതാക്കളെ മക്കളെ ഉപദ്രവിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് എഴുതി കൊടുക്കുക. എന്നിട്ട് വലിയ അടയാളങ്ങൾക്ക് ഉദാഹരണമായിട്ട് ദജ്ജാല് പുറപ്പെടും, ദാബത്തുൽ അർദ് പുറപ്പെടും, ഈസാ നബി ഇറങ്ങി വരും, പിന്നെ എന്ത് ചെയ്യും, ഇമാം മഹ്ദി വരും എന്നുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, അതും ഒരു 4 എണ്ണം കൊടുക്കുക. ഓക്കെ. പിന്നെ അന്ത്യനാളിനെ കുറിച്ചിട്ട് നമ്മുടെ പുസ്തകത്തില് ഒരായത്ത് പറഞ്ഞില്ലേ? ആയത്ത് പറഞ്ഞില്ല? ഇങ്ങനെ ഒരു ആയത്തുണ്ട്, ഇവിടെ വസിക്കുന്ന മുഴുവൻ ജീവജാലങ്ങളും നശിക്കും, സൃഷ്ടാവായ അള്ളാഹുവിന്റെ തിരുമുഖം ഒഴികെ ഒന്നും അവശേഷിക്കുകയില്ല എന്ന് ഖുർആൻ വ്യക്തമാക്കുന്ന ഒരു ആയത്തുണ്ട്. ഇവിടെ വസിക്കുന്ന മുഴുവൻ ജീവജാലങ്ങളും നശിക്കും, സൃഷ്ടാവായ അള്ളാഹുവിന്റെ തിരുമുഖം ഒഴികെ ഒന്നും അവശേഷിക്കുകയില്ല എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ടല്ലേ.
ആ അപ്പോ അത് കഴിഞ്ഞിട്ട് പുതിയൊരു ലോകത്തേക്ക് എന്ത് ചെയ്യും നമ്മൾ പ്രവേശിക്കും. ഓക്കെ ഓക്കെ. ഇനി അടുത്ത എന്താണ്? അടുത്ത ചോദ്യം. ഓക്കെ, ഇതല്ലേ 6ാമത്തെ ചോദ്യം അല്ലേ? റിഹാനെ 6ാമത്തെ ചോദ്യം അല്ലേ? ആ ആ, 6ാമത്തെ ചോദ്യം. ഈസാ നബി അലൈഹിസ്സലാം എവിടെയാണ് ഇറങ്ങുക? എവിടെയാണ് ഇറങ്ങുക? എവിടെ ഇറങ്ങുക? ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ആ, വെള്ള മിനാരത്തിനടുത്ത്. മിനാരത്തിന്റെ മുകളിൽ. ആ ഇറങ്ങണ കോലം എങ്ങനെയായിരുന്നു? അതായത് ഈ ഇറങ്ങുമ്പോ ഉണ്ടാവണ 2 വസ്ത്രം ഉണ്ടാവും, 2 കളർ വസ്ത്രം ഉണ്ടാവും. 2 കളറുള്ള വസ്ത്രം, ആ, വിയർപ്പ് തുള്ളി, മുത്തുമണി പോലെ വിയർപ്പ് തുള്ളികൾ ഇറ്റിയും, ആ അങ്ങനെ. അതുപോലെ മലക്കുകളുടെ ആ 2 മലക്കുകളുടെ ചിറകിൽ പിടിച്ച് ആണ് ഇറങ്ങി വരല്ലേ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരും. ഈസാ നബി. എന്നിട്ട് ഈസാ നബി ഇവിടെ ഇറങ്ങി വന്നിട്ട് എത്ര വർഷം ഭരണം നടത്തും? മറന്നോ? അത് 40. 40 വർഷം ഭരണം നടത്തും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഈസാ നബി അലൈഹി സ്വലാം ഇവിടെ ഇറങ്ങി വരുമ്പോ ഇവിടെ ഉണ്ടാകുന്ന ഖലീഫ ആരാണ്? ഇമാം മഹ്ദി. ഇമാം മഹദി അല്ലേ? ഓക്കെ. ഈസാ നബി എത്ര ദിവസം കൊണ്ടാണ് ഈസാ നബി എന്ത് ചെയ്യും? ദജ്ജാലിനെ കൊല്ലൂല്ലേ? ദജ്ജാലിനെ കൊല്ലും. എവിടെ വെച്ചിട്ടാ ദജ്ജാലിനെ കൊല്ലുക? ബാബുൽ ലുദ്ദിൽ വെച്ചല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെ ഈ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടവരൊക്കെ ഈസാ നബിന്റെ അടുത്തെത്തൂലേ? അപ്പോ ഈസാ നബി അവരോട് എന്തോന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ. എന്താ പറഞ്ഞു കൊടുക്കുക? സ്വർഗത്തിലെ സ്ഥാനം. ആ, അവരുടെ സ്വർഗത്തിലെ സ്ഥാനങ്ങൾ ഇങ്ങനെ ഈസാ നബി പറഞ്ഞു കൊടുക്കല്ലേ? അതിനുശേഷം പുറപ്പെടുന്ന ഒരു ആളാണല്ലോ യജൂജ് മജൂജ് എന്ന് പറഞ്ഞ സാധനം. യജൂജ് മജൂജ് ആരുടെ വംശത്തിൽ പെട്ടതാണ്? എന്തായാലും ആദം നബിന്റെ മക്കൾ തന്നെ അല്ലേ? അപ്പൊ ആരുടെ കബീലയില, ഏതിലാ പെടുക? യാസൂനിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട 2 ഗോത്രങ്ങൾ. ആ, യാഫിസ് ബിൻ നൂഹിന്റെ സന്താന പരമ്പരയിൽ പെട്ടതാണല്ലേ യജൂജ് മജൂജ്. യജൂജ് മജൂജ് വന്നുകൊണ്ട് ഇവിടെ ഭൂമിയിൽ ആകെ ഫിത്നാക്കും. അപ്പൊ ഈസാ നബി എന്ത് ചെയ്യും? അള്ളാഹുവിനോട് ദ്വാരക്കും. ഈസാ നബിയും മുഅ്മിനീങ്ങളും അള്ളാഹിനോട് ദ്വാരക്കും അല്ലേ? അങ്ങനെ ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് അള്ളാഹു താല എന്ത് ചെയ്യും? ഈ യജൂജ് മജൂജിന് ഒരു രോഗം കൊടുക്കും. എന്താണ് ആ രോഗത്തിന്റെ പേര്? മിയാസിസ് എന്ന് പറഞ്ഞ രോഗം. അതെന്താ, എന്ത് രോഗാണ്? ആ, ചർമ്മ രോഗാണ് അല്ലേ? സ്കിന്ന് ചർമ്മ രോഗാണ് മിയാസിസ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം. കാൽ മുറിച്ചപ്പോൾ പറഞ്ഞതെന്ത്? ആ, കാല് മുറിച്ചപ്പോ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത് അല്ലേ? ഓക്കെ ഓക്കെ. എന്താ പറഞ്ഞത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു? അല്ലാഹു തആല എനിക്ക് കൈകാലുകളായി 4 അവയവങ്ങൾ നൽകി. അല്ലാഹു തആല എനിക്ക് കൈകാലുകളായിട്ട് 4 അവയവങ്ങൾ തന്നു. അതിൽ 1 അവൻ എടുത്തു. അൽഹംദുലില്ലാഹ് 3 എണ്ണം ബാക്കി വെച്ചല്ലേ? ഇതേപോലെ തന്നെ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മരിച്ചപ്പോഴും പറഞ്ഞില്ലേ? അതെന്തായിരുന്നു? അല്ലാഹു തആല എനിക്ക് 6 മക്കളെ നൽകി. 6 മക്കളെ നൽകി അല്ലേ? ആ, എന്നിട്ട് 6 മക്കളെ നൽകിയത് റിഹാനെ 6 മക്കളാണ് നൽകിയത്? 7 മക്കളാണ് നൽകിയത്? 6 മക്കളാണോ നൽകിയത്? 7 മക്കളാണോ നൽകിയത്?
7 മക്കളെ നൽകി. എന്നിട്ട് അതില് ഒരു മകൻ മരിച്ചു. മരിച്ചപ്പോ എന്താ പറഞ്ഞേ? അള്ളാഹുത്താല എനിക്ക് അല്ലാഹുത്താല എനിക്ക് ആ മക്കളായി 7 മക്കളെ തന്നു. ആ അതിലൊരാളെ അവൻ എടുത്തു. അൽഹംദുലില്ലാ 6 ബാക്കി വെച്ചു. ബാക്കിയായല്ലേ? ഓക്കെ ഓക്കെ. ആ, ഇത് ഈ പാഠം ഏതാന്ന് മനസ്സിലായോ? ദുറൂസുൽ പരീക്ഷയ്ക്കുള്ള ഫസ്റ്റ് പാഠാണ്. ഏത്? 7ാമത്തെ പാഠല്ലേ? ആ, ഓക്കെ. ഇതിൽപ്പെട്ട ഒരു ചോദ്യമാണ് ഖദർ ഖലായിൽ വിശ്വസിക്കൽ ഈമാന്റെ ഇതിൽപ്പെട്ടതാണല്ലേ? ഓക്കെ. അപ്പൊ ഖദർ ഖലാ എന്ന് പറഞ്ഞ വിഷയത്തിൽ നമ്മളോട് ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയൂലേ? എങ്ങനെ എഴുതാൻ പറ്റുക? അള്ളാഹുവിന്റെ ഖദർ ഖലാ അനുസരിച്ചാണ് എല്ലാം നടക്കുക. എല്ലാം നടക്കുക അല്ലേ? തിന്മ നടക്കുന്നത് അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചും തൃപ്തി ഇല്ലാതെയും, നന്മ നടക്കുന്നത് അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചും തൃപ്തി ഉണ്ടാകും. ആ പിന്നെ ജനനവും മരണവും ആരോഗ്യവും രോഗവും ഐശ്വര്യവും ദാരിദ്ര്യവും എല്ലാം അവന്റെ ഖദർ അനുസരിച്ചാണ് സംഭവിക്കുന്നത് അല്ലേ? ആ അതിന്റെ പിന്നിലെ രഹസ്യം നമുക്കറിയോ? ഇല്ലല്ലേ? അതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ നമുക്ക് എന്തെയ്യൂല അറിയണമെന്ന് ഇല്ല. പിന്നെ അതിനൊരു ഉദാഹരണം എഴുതി കൂടെ? കുട്ടിക്ക് മരുന്ന് നൽകുന്നത് മാതാപിതാക്കൾ രോഗശമനത്തിനാണ്. അല്ലാതെ കുട്ടിയെ ഉപദ്രവിക്കാനാണോ? അല്ല. പക്ഷെ കുട്ടിക്ക് തോന്നൽ എന്താണ്? ഉപദ്രവിക്കാണെന്നല്ല തോന്നല്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ ചരിത്രം അങ്ങനെ പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോ അതും ചോദിക്കാം. മഹാനവറുകളെ കുറിച്ച് എഴുതാന് അത് ചിലപ്പോ പറയാം. ഓക്കെ. അപ്പൊ ആ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ കാലിൽ പഴുപ്പ് ബാധിക്കുകയും കാല് മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാര് പറയുകയും അതിനു വേണ്ടി അന്ന് മയക്കുന്ന രീതി കള്ളു കുടിക്കല് മാത്രമാണ്. അപ്പോ കള്ളു കുടിക്കാൻ വിസമ്മതിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞ് ഞാൻ കള്ളു കുടിക്കണതിന് പകരം എന്താ ചെയ്യാ? ദിക്റ് ചൊല്ലാന്നല്ലേ? അപ്പൊ അങ്ങനെ മഹാനവറുകൾ ഇങ്ങനെ ദിക്റ് ചൊല്ലുന്നതിനിടയിൽ എന്ത് ചെയ്തു? ആ കാല് മുറിച്ചു മാറ്റുകയും ചെയ്തു. എന്നിട്ടാണ് പറഞ്ഞത് അൽഹംദുലില്ലാ, അള്ളാഹു താല എനിക്ക് കൈകാലുകളായിട്ട് 4 അവയവങ്ങൾ തന്നു. അതിൽ 1 അവൻ തിരിച്ചെടുത്തു. അൽഹംദുലില്ലാ, ബാക്കി 3 ഉണ്ടല്ലോ. ഇതേപോലെ തന്നെ മകൻ മരിച്ചപ്പോഴും പറഞ്ഞു അള്ളാഹു താല എന്ത് ചെയ്തു? എനിക്ക് 7 മക്കളെ തന്നു. ഒരു മകനെ അവനെടുത്തു. ബാക്കി 6 ഉണ്ട്. അൽഹംദുലില്ലാ, 6 മക്കളല്ലേ? അപ്പൊ ഇനി ചോദിക്കാൻ വേറെ എങ്ങനെയും ചോദിക്കാം. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിന് എത്ര മക്കൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. ചോദിച്ചൂടെ? അപ്പൊ 7 എന്ന് എഴുതാം. ഇനി ഈ 7മായി ബന്ധപ്പെട്ട വേറൊരു കണക്കുമാടിക്ക നമ്മുടെ ദുറൂസുലക്കായിതയിലുണ്ട്. അതെന്താന്ന് പറയാൻ പറ്റോ? 7 ആ മഹദി ഇമാമിനെ അറിയില്ലേ? മഹദി ഇമാമ്. മഹദി ഇമാമ് 7 വർഷം ഭരണം നടത്തും. മഹദി ഇമാമ് 7 വർഷമല്ല ഭരണം നടത്തുക. എന്നാ ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ. നിങ്ങള് ദജ്ജാൽ ഭൂമിയിൽ എത്ര ദിവസം നിൽക്കുക? 40. ഈ 40 വെച്ചിട്ട് വേറൊരു കണക്കുമാടിക്ക് ദുറൂസുലക്കായിതയിലുണ്ടല്ലോ. ഈസാ നബി അലൈഹിസ്സലാം 40 വർഷം ഭരണം നടത്തും. ഈസാ നബി 40 വർഷമാണല്ലേ ഭരണം നടത്തുക? ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിനോട് ബന്ധിപ്പിച്ച് പഠിച്ചാൽ നമ്മൾ പരീക്ഷയ്ക്ക് മറക്കൂല ട്ടാ. പിന്നെ ഈ 7ന്റെ കണക്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയോ? 7ന്റെ കണക്കില് 7 ഉത്തരം വരുന്ന വേറൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മളെ ദുറൂസുലക്കായിതയിലെ 8ാമത്തെ പാഠം പറഞ്ഞില്ലേ? 8ാമത്തെ പാഠം
അതിൽ പറയുന്നുണ്ടല്ലോ, ഡമസ്കസിൽ നിന്ന് ഷാമു വിജയ സന്ദേശവുമായി മദീനയിലെത്തിയ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹുവിന്റെ ഒരു ചരിത്രം. ആ മൂപ്പര് ഡമസ്കസിൽ നിന്ന് മദീനയിലേക്ക് എത്ര ദിവസം കൊണ്ടാ എത്തിയത്? ഏഴാണ്. 7 ദിവസം കൊണ്ടാണ് എത്തിയത്. ആ അത് നിങ്ങൾ ആ തുടക്കം വായിച്ചു നോക്കുകയാണെങ്കിൽ അപ്പൊ 3 ഉണ്ട്. 3 ഉത്തരം 7 വരുന്നുണ്ട്. ഒന്ന്, ഈ ഡമസ്കസിൽ നിന്നുള്ള വിജയ സന്ദേശവുമായി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു വന്നത് 7ആണ്. പിന്നെ അതേപോലെ തന്നെ ആ ഇമാം മഹദി ഇവിടെ ഭൂമിയിൽ ഭരണം നടത്തല് 7 വർഷമാണ്. പിന്നെ അതേപോലെ തന്നെ വേറെന്താണ് കൂടെ നമ്മൾ പറഞ്ഞല്ലോ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ 7 മക്കളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. റെഡി അല്ലേ? ഞാൻ 7 മടക്കുവോ? ആ 7 മറക്കുവോ? ഇല്ല ഇല്ലല്ലേ? ഇല്ല. ഓക്കെ 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 ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്നാ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? ആ ഇൻഷാ അല്ലാഹ്. എന്നാ നോക്കണി, അടുത്ത ചോദ്യം എന്താ? കുറിപ്പെഴുതുക അല്ലേ? പരലോകം എന്ന വിഷയത്തിൽ നമ്മൾ കുറിപ്പെഴുതണ്ടേ? നിങ്ങൾ എന്താ എഴുതുക? പരലോകം എന്നുള്ള വിഷയത്തിൽ നിങ്ങളോട് കുറിപ്പെഴുതാൻ പറഞ്ഞ നിങ്ങൾ എന്താ എഴുതുക? പരലോകം എന്നാൽ സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ഒരു ലോകമാണ്. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ഒരു ലോകമാണല്ലേ പരലോകം എന്ന് പറഞ്ഞാൽ. ആ പിന്നെന്താ എഴുതാൻ പറ്റുക? പരലോകത്ത് തെറ്റ് ചെയ്തവന് ശിക്ഷയും നന്മ ചെയ്തവന് നന്മ ചെയ്തവന് കൂലിയും. അങ്ങനെയൊക്കെ കിട്ടുന്ന ലോകാണല്ലേ. ആ അപ്പോ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്ത്? ഇഹലോകത്തിന്റെ അല്ലെ, ഇഹലോകത്തെ അവസ്ഥ ശാശ്വത സുഖം ലഭിക്കുന്ന ഒരു ലോകത്തെ ആവശ്യപ്പെടുന്നുണ്ട്. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം അല്ലെ? ആ കുറ്റവാളികൾക്ക് കുറ്റം ചെയ്തതിനനുസരിച്ച് ശിക്ഷ ലഭിക്കുന്ന ലോകം. നന്മ ചെയ്ത് നന്മയുടെ തോതനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്ന ലോകം. ആ പിന്നെ എന്ത് ചെയ്താം? പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് ശാശ്വതമായി സുഖം ലഭിക്കുന്ന ലോകം. ആ ഓക്കെ, പിന്നെന്താ എഴുതാൻ പറ്റുക? മനുഷ്യന്റെ ജീവിത ലക്ഷ്യമായ ശാശ്വത സന്തോഷം. എന്ത്? മനുഷ്യന്റെ ജീവിത ലക്ഷ്യമായ ശാശ്വത സന്തോഷം ലഭിക്കുന്ന ലോകം. നമ്മളെ ജീവിത ലക്ഷ്യം അതല്ലേ? ഒരു കുഴപ്പമില്ലാത്ത ശാശ്വതമായി സന്തോഷം മാത്രം കിട്ടണം, അതല്ലേ മനുഷ്യന് തേടുന്നത്? മനുഷ്യന്റെ ശരീരം റെഡിയാണോ? ഹലോ റിഹാൻ, പോയോ? പോയല്ലോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോ എന്ത്? ശാശ്വത നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായ ശാശ്വത സന്തോഷത്തിന്റെ ലോകം കൂടിയാണ് എന്ത്? പരലോകം അല്ലേ? റെഡിയാണ് കേട്ടോ. അപ്പോ ആ ഒരു വിഷയത്തിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് പരലോകത്തിനെ പറ്റി എഴുതാൻ പറ്റും. എന്ത്? മനുഷ്യന്റെ ശരീരം എപ്പോഴും സുഖത്തെയാണ് കൊതിക്കുക. ആ സുഖത്തിൽ നിന്ന് മനുഷ്യന്റെ ശരീരം എപ്പോഴും സുഖത്തെയാണ് കൊതിക്കുക. പക്ഷേ നിരന്തരമായ ഒരു സുഖം എന്ന് പറയുന്നത്, അതായത് എപ്പോഴും സുഖം കിട്ടുക എന്ന് പറയുന്നത് എന്തല്ല? ഒരു യഥാർത്ഥ ജീവിതാണോ? അല്ല. കാരണം നബിമാരുടെയും ഔലിയാക്കളുടെയൊക്കെ ജീവിതം സുഖവും ദുഃഖവും ഒക്കെ എന്തായിരുന്നു? മിശ്രിതമായിരുന്നു അല്ലേ? അപ്പൊ അതുപോലത്തെ ഒരു ജീവിതമാണ് ഭൂമിയിൽ ഉണ്ടാവുക. എന്നാൽ പരലോകത്ത്
എന്തായിരിക്കും? സമ്പൂർണമായിട്ട് ശാശ്വതമായിട്ട് സന്തോഷമുള്ള ഒരു ലോകാവല്ലേ ഉണ്ടാവുക. റെഡി അല്ലേ?